പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൃപയുടെ കാര്യങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് കൺമണി വളരെയധികം സന്തോഷിച്ചിരിക്കുകയാണ്. കൃപയ്ക്ക് മാറ്റങ്ങൾ ഉണ്ടാകണം എന്ന് ഞാനും വളരെയധികം നാളായി ആഗ്രഹിക്കുന്നു. അവൾ ജീവിതത്തിലേക്ക് മടങ്ങി വരണം എന്നാണ് എനിക്കും ഇപ്പോൾ പറയാനുള്ളത്. ഇത് കേട്ടതിനെ തുടർന്ന് ബലരാമൻ കാണാൻ വന്നിരുന്നു എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് കൺമണിയോട് അവിടെയുള്ള നേഴ്സ്. അയാൾ വളരെയധികം കാര്യങ്ങൾ സംസാരിച്ചിട്ടാണ് ഇവിടെ നിന്ന് പോയത്. ഇപ്പോൾ കൃപയെ ഞാൻ ചെന്ന് കണ്ടപ്പോൾ കൃപയും കരയുന്നുണ്ടായിരുന്നു. അയാൾ വന്നു പോയതിനു ശേഷം എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അവൾക്ക്. അത് അവളുടെ സ്വഭാവത്തിൽ നിന്ന് വ്യക്തമായി കാണാൻ സാധിക്കുന്നതാണ്. പക്ഷേ എന്താണ് അവിടെ ഉണ്ടായത് എന്നുള്ള കാര്യം മാത്രം എനിക്ക് അറിയില്ല എന്നുള്ള കാര്യം അറിയിച്ചതിനെ തുടർന്ന് ഇതിന് പിന്നിലെ സത്യാവസ്ഥ കണ്ടെത്തണമെന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോകാൻ കൺമണി തയ്യാറാവുകയാണ്. ഞാൻ എന്തായാലും അവിടേക്ക് വരാം. അവളെ കണ്ട് ഞാനും കാര്യങ്ങൾ ഒന്ന് സംസാരിക്കാം എന്നുള്ള ഉറപ്പ് നൽകിയതിനു ശേഷം അവിടെ നിന്ന് പോയിരിക്കുകയാണ് ഇപ്പോൾ കൺമണി. ഇതേ തുടർന്ന് കൺമണി കൃപയെ കാണുന്നതിനായി വരികയാണ്. അപ്രതീക്ഷിതമായ കൺമണിയുടെ വരവ് കൃപയെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇതേ തുടർന്ന് കൺമണി കൃപയ്ക്കിപ്പോൾ സുഖമല്ലേ എന്ന് ചോദിക്കുകയും കൃപയുടെ കാര്യത്തിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്ന് എന്നോട് നേഴ്സ് പറഞ്ഞതായി അറിയിക്കുകയും ചെയ്യുന്നു. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് എന്തു പറയണം എന്നറിയാത്ത അവസ്ഥയിലാണ് കൃപ നിൽക്കുന്നത്. കൃപ കൺമണിയെ നോക്കി കണ്ണീരോടെ ചിരിക്കുകയാണ്. ഇത് കാണുന്ന കൺമണിയാകട്ടെ ആകെ ഒന്ന് പകച്ചു പോകുന്നു. പക്ഷേ ഇതേ തുടർന്നാണ് കൃപയുടെ കൈകൾ അനങ്ങുന്നത്. ഇത് കാണുന്ന കൺമണിക്ക് വളരെയധികം സന്തോഷമാവുകയാണ്. കൃപയ്ക്ക് എന്തോ പറയണമെന്നുണ്ട്. അതാണ് കൃപ ഇപ്പോൾ ഇങ്ങനെയെല്ലാം കാണിക്കുന്നത്. എനിക്ക് ആ കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്ന് വ്യക്തമാക്കുന്ന കൺമണി അതുകൊണ്ട് തന്നെ കൃപയുടെ കാര്യത്തിൽ ഞാനിപ്പോൾ വളരെയധികം സന്തോഷിക്കുന്നുണ്ട് എന്നും കൃപ നീ ഇനി യാതൊരു വിധത്തിലും പേടിക്കേണ്ട, കാര്യങ്ങൾ എല്ലാം ശരിയാകും എന്ന് എനിക്ക് ഉറപ്പുണ്ട്, ധൈര്യമായി നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ കൺമണി. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് കൃപയ്ക്കും വളരെയധികം സന്തോഷം ആവുകയാണ്. എന്നാൽ ഇതേ സമയം ബലരാമൻ തൻ്റെ മനസ്സിലെ കുറ്റബോധം എങ്ങനെ കഴുകിക്കളയും എന്നറിയാതെ ആകെ പകച്ചു പോയിരിക്കുകയാണ്. സത്യങ്ങളെല്ലാം എല്ലാവരും അറിയണം എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. ഇനിയും ഈ കാര്യങ്ങൾ മൂടി വയ്ക്കാൻ എനിക്ക് യാതൊരു താല്പര്യവുമില്ല. എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ എല്ലാവരോടും വ്യക്തമാക്കണം. എന്നാൽ ഇതേ സമയം ബലരാമന്റെ ഈ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ടാണ് മുന്നിലേക്ക് ഇപ്പോൾ കടന്ന് വന്നിരിക്കുന്നത് അലിഗയിലെ ഡിസൈനർ. അപ്രതീക്ഷിതമായ ഈ വഴിത്തിരിവ് പുതിയ തിരിച്ചടികളാണ് ഉണ്ടാക്കുന്നത്. ഇതേ തുടർന്ന് ഈ കാര്യങ്ങളെല്ലാം അറിയാൻ ഇടയാവുകയാണ് സാഗർ. ബലരാമനും കൂട്ടരുമാണ് അലിഗയെ തകർക്കുന്നതിനായുള്ള ശ്രമവുമായി മുന്നിലേക്ക് വന്നിട്ടുള്ളത്. അതിന് കൃത്യമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. യാതൊരു വിധത്തിലും കാര്യങ്ങൾ വിട്ടുകളയരുത്, കൃത്യമായി പോരാടുകയാണ് ഇപ്പോൾ വേണ്ടത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന അയാൾ നമ്മൾ സൂക്ഷിച്ചില്ല എങ്കിൽ നമ്മളെ തകർക്കുന്നതിനായുള്ള പ്ലാനുകളാണ് ഇപ്പോൾ അവരുടെ കൈവശമുള്ളത് എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് കേട്ടതിനെ തുടർന്ന് സാഗർ ഒരു നിമിഷത്തേക്ക് തകർന്നു പോയിരിക്കുകയാണ്. ഒരിക്കലും ഞാൻ ഇങ്ങനെ ഒരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചിരുന്നില്ല. എന്തായാലും എനിക്ക് ആ ചതിയനെ കാണണം. ഞാൻ അവനെ എൻ്റെ സ്വന്തം മകനെ പോലെയാണ് കണ്ടത്. എന്നിട്ടും യാതൊരു ദയയും ഇല്ലാതെയാണ് അവൻ ഞങ്ങളെ ചതിക്കാൻ ശ്രമിച്ചത്. ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയാവുന്ന കാര്യമല്ല. എനിക്കെന്തായാലും
അവനെ കണ്ട് സംസാരിക്കണം എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് കടന്നു വരുന്ന സാഗർ ബലരാമനെ ചെന്ന് കണ്ടിരിക്കുകയാണ്. ഡാ ചതിയ, നീ ഞങ്ങളുടെ കുടുംബത്തെ വഞ്ചിക്കുകയായിരുന്നല്ലേ? നല്ലവനായി വേഷം കെട്ടി അഭിനയിക്കുകയായിരുന്നല്ലേ ഞങ്ങളുടെ മുന്നിൽ? കൊള്ളാമെടാ, എല്ലാം വളരെ നന്നായിട്ടുണ്ട്. ഈ കാര്യം പറഞ്ഞതിനെ തുടർന്ന് ബലരാമൻ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ വന്ന് നിൽക്കുകയാണ്. ഒരിക്കലും ഇങ്ങനെ ഒരു വഴിത്തിരിവ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അച്ഛനോട് സത്യങ്ങൾ പറയണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ അതിനുള്ള അവസരവും വന്ന് ലഭിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് വ്യക്തമാക്കുന്ന ബലരാമൻ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് സമ്മതിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ സംഭവം ഇതേ തുടർന്ന് ബലരാമനെ ആകെ തകർത്ത് കളയുകയും ബലരാമൻ ഇതേ തുടർന്ന് എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുമ്പോൾ സാഗർ മുഖത്തടിക്കുകയും ഇനി മുന്നിൽ കണ്ടുപോകരുത് എന്നുള്ള ഭീഷണി മുഴക്കുകയും ചെയ്തിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.